പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പഠിച്ചു തുടങ്ങുന്നവർക്കും പാതി വഴിയിൽ നിർത്തിയവർക്കും വേണ്ടി ഞാനൊരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്താണ്, റീസ്റ്റാർട്ട് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം പഠിച്ചെടുക്കുക എന്നതായിരിക്കണം ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ആദ്യമായിട്ട് എടുത്ത ഞാൻ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ നവോത്ഥാനമാണ് കേട്ടോ. ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ ഈ ഒരു നവോത്ഥാനം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരള നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമിയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അയ്യ വൈകുണ്ഠസ്വാമികൾ 1809 മാർച്ച് 12 ഇദ്ദേഹം ജനിച്ചത്. എന്നാണ് 1809 മാർച്ച് 12. ഇദ്ദേഹം മരണമടഞ്ഞത് 1851 ജൂൺ 3 കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ ജനനവും മരണവും. അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. നാഗർകോവിലിനടുത്ത് സ്വാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചത്. ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നതായിരുന്നു. എന്നാൽ ഈ പേര് സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. പിന്നീട് വൈകുണ്ഠർ എന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത് കേട്ടോ. സമ്പൂർണ്ണ ദേവൻ എന്നാണ് വൈകുണ്ഠസ്വാമിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ സമ്പൂർണ്ണ ദേവൻ എന്ന വിശേഷണമുള്ള കേരള നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയണം, വൈകുണ്ഠസ്വാമിയാണെന്ന് കേട്ടോ. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. എന്താണ്? കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപവൽക്കരിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. എന്ന് 1836 സമത്വ സമാജം രൂപവൽക്കരിച്ചത്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് സമത്വ സമാജം കേട്ടോ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠസ്വാമി കേട്ടോ. അപ്പൊ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ രാജഭരണത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെന്നീച്ച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമി തന്നെയാണ് കേട്ടോ. വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തെയാണ് കേട്ടോ. ആരാണ് വിശേഷിപ്പിച്ചത്? വൈകുണ്ഠസ്വാമി. സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെ തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിൽ തടവ് ജീവിതം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വൈകുണ്ഠസ്വാമി. അപ്പോ സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് ആരാണ് ശിങ്കാരത്തോപ്പ് ജയിൽ തടവ് ജീവിതം അനുഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ആര്? തൈക്കാട് അയ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ആണെന്ന് പറയരുത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് തെറ്റിച്ചിട്ടുള്ളതാണ്. എല്ലാവരും കൊണ്ട് കറുപ്പിച്ചത് ഏതിലായിരിക്കും? ശ്രീനാരായണ ഗുരു ആയിരിക്കും അല്ലെ. അപ്പോ ഇനി നമ്മൾ തെറ്റിക്കരുത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അതുപോലെ തന്നെ നിഴൽത്താങ്കൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. നിഴൽത്താങ്കൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. അതുപോലെ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിന് മുന്തിരിക്കിണർ കുഴിച്ചു കൊടുത്തു. എവിടെ? സ്വാമിത്തോപ്പിൽ കേട്ടോ. അപ്പൊ സ്വാമിത്തോപ്പില് എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിനായിട്ട് മുന്തിരിക്കിണർ കുഴിച്ചു കൊടുത്തത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയതും വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ കൃതികളാണ് അഖിലത്തിരട്ടും അരുൾനൂലും. അരുൾനൂല്, അഖിലത്തിരട്ട് എന്നീ തമിഴ് കൃതികൾ രചിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. പിന്നെ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. ആര്? വൈകുണ്ഠസ്വാമി. ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാനായിട്ടാണ് തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് കേട്ടോ. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമി കേട്ടോ. അതുപോലെ സമപന്തി ഭോജനം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. സമപന്തി ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം
നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഇതാരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമിയാണ്. ഇദ്ദേഹത്തിന്റെ മതമാണ് അയ്യാവഴി. അയ്യാവഴി എന്നത് വൈകുണ്ഠസ്വാമിയുടെ മതമാണ് കേട്ടോ. അയ്യാവഴി മതം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി തന്നെയാണ് അല്ലെ. അയ്യാവഴിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂ. അയ്യാവഴിയുടെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം കേട്ടോ. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം ഏതാണ്? ദച്ചനമാണ് കേട്ടോ. ദച്ചനമാണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം. ഈ അയ്യാവഴി ക്ഷേത്രങ്ങളിലെ അത് പൊതുവെ അറിയപ്പെടുന്നത് പതികൾ എന്ന പേരിലാണ് കേട്ടോ. പതികൾ എന്ന പേരിലാണ് അയ്യാവഴി ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഒன்றേ ജാതി ഒன்றേ മതം ഒன்றേ ദൈവം ഒன்றേ ഉലകം ഒன்றേ അരശ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. എങ്ങനെ? ഒன்றേ ജാതി ഒன்றേ മതം ഒன்றേ ദൈവം ഒன்றേ ഉലകം ഒன்றേ അരശ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? സീഡർ. സീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? യെസ്, സീഡർ എന്ന് പറഞ്ഞാല് 5 പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേരാണ് സീഡർ. സീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പേർ അടങ്ങിയിരുന്ന വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേരാണ് സീഡർ ട്ടോ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് ട്ടോ. പിന്നെന്താ? വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടന, ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയാണ് SNDP അല്ലെ. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുടെ പേരിലും ഒരു സംഘടനയുണ്ട്. അതാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ ട്ടോ. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ ഇത്രയാണ് നമ്മൾ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടത് എപ്പോഴാണ്? 1851 ജൂൺ 3-നാണ് അല്ലെ. പിന്നെ എന്തൊക്കെ പഠിച്ചു? 1809 മാർച്ച് 12-നാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞു. എവിടെ? നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. ബാല്യകാല നാമം മുടിച്ചൂടും പെരുമാളായിരുന്നു അല്ലെ. പിന്നീട് എന്താണ്? സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. പിന്നെയാണ് ഇദ്ദേഹം വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചത് അല്ലെ. സമ്പൂർണ്ണ ദേവൻ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ്. സമത്വ സമാജം ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമി അല്ലെ. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് പറഞ്ഞു അല്ലെ. ആരാണ് പറഞ്ഞത്? വൈകുണ്ഠസ്വാമിയാണ്. അഖില തിരുട്ട് അരുന്നൂല് എന്നീ തമിഴ് കൃതികൾ ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമിയാണ്. പിന്നെന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ മതം ഏതാണ്? അയ്യാവഴി. ഈ അയ്യാവഴിയുടെ ചിഹ്നം ഏതാണ്? തീജ്വാല വഹിക്കുന്ന താമര അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പൊ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രമായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ വരും. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഓക്കെ, താങ്ക് യു.